ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിസ്റ്റർ ഡോക്ടർ മേരി ലിറ്റിയുടെ ജീവിതകഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആതുര ശുശ്രൂഷകയും ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ അല്ലെങ്കിൽ LSDP സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകയും അതിൻ്റെ മുൻ മദർ ജനറാളും പ്രശസ്ത വചനപ്രഘോഷിയുമൊക്കെയായിരുന്നു സിസ്റ്റർ ഡോക്ടർ മേരി ലിറ്റി. തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്നവരും മാനസിക ശാരീരിക ന്യൂനതകൾ ഉള്ളവരുമായ പിഞ്ചുകുട്ടികൾ അടക്കമുള്ളവരുടെ പരിപാലന ദൗത്യമാണ് അവർ ഏറ്റെടുത്തിരുന്നത്. ഒരു ഡോക്ടറായി കാണാനുള്ള പിതാവിൻ്റെ താല്പര്യവും ഒരു പുണ്യവതിയായി കാണാനുള്ള അമ്മയുടെ താല്പര്യവും സാക്ഷാത്കരിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു മേരി ലിറ്റിയുടേത്. ജന്മവും ആദ്യകാലവും നോക്കാം. കോതമംഗലത്ത് രാമല്ലൂർ കരയിൽ ഓലിയപ്പുറം പൗലോസ് മകൻ കൊച്ചോസേപ്പ് എന്ന OP ജോസഫും നെല്ലിമറ്റത്തുള്ള പീച്ചാട്ട് ദേവസി മകൾ ബ്രിജീത്തയും ആയിരുന്നു മേരി ലിറ്റിയുടെ മാതാപിതാക്കൾ. അവരുടെ 7ാമത്തെ സന്താനമായി 1935 ഓഗസ്റ്റ് 2 മേരി ലിറ്റി ജനിച്ചു. മേരി ലിറ്റിയുടെ യഥാർത്ഥ പേര് കൊച്ചുത്രേസ്യ എന്നായിരുന്നു. കൊച്ചുത്രേസ്യയെ പ്രസവിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് അമിത രക്തസ്രാവം ഉണ്ടായിരുന്നതിനാൽ പ്രത്യേക ചികിത്സ കൊണ്ടാണ് അമ്മയും മകളും രക്ഷപ്പെട്ടത്. 3 ആങ്ങളമാരും 3 ചേച്ചിമാരുമാണ് കൊച്ചുത്രേസ്യയ്ക്ക് ഉണ്ടായിരുന്നത്. OJ പോൾ, OJ സെബാസ്റ്റ്യൻ, സിസ്റ്റർ ജോസ് മേരി, ആനി ജോസ്, OJ പീറ്റർ, സിസ്റ്റർ ഇല്ലുമിനേറ്റ എന്നിവരാണ് സഹോദരങ്ങൾ. കോതമംഗലം പള്ളിയിലായിരുന്നു കൊച്ചുത്രേസ്യ മാമോദീസ സ്വീകരിച്ചത്. പിതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരന്റെ മകൻ കൊച്ചുപൈലിയും ജ്യേഷ്ഠ സഹോദരന്റെ ഭാര്യയുമായിരുന്നു ജ്ഞാനസ്നാന മാതാപിതാക്കൾ. കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ നാമകരണത്തിന്റെ 10ാം വർഷമായിരുന്നതിനാൽ കൊച്ചുത്രേസ്യയുടെ പേരാണ് മാമോദിസ പേരായി നൽകിയത്. വീട്ടിൽ അറിയപ്പെട്ടിരുന്നതും കൊച്ചുത്രേസ്യ എന്ന് തന്നെയായിരുന്നു. സമ്പന്നമായ ഒരു കർഷക കുടുംബമായിരുന്നു അവരുടേത്. വൈദികനാവാൻ ആഗ്രഹിച്ച പിതാവും കന്യാസ്ത്രീ ആകാൻ ആഗ്രഹിച്ചിരുന്ന അമ്മയും ആയിരുന്നു കൊച്ചുത്രേസ്യയുടെ മാതാപിതാക്കൾ. അവർ അതുകൊണ്ട് തന്നെ വളരെയേറെ സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് കൊച്ചുത്രേസ്യയെ വളർത്തിയത്. വിദ്യാഭ്യാസ കാര്യങ്ങളെ നോക്കാം. ആശാൻ കളരിയിലാണ് കൊച്ചുത്രേസ്യ തന്റെ വിദ്യാഭ്യാസം ആരംഭിച്ചത്. തുടർന്ന് കോതമംഗലത്തെ ഗവൺമെന്റ് LP സ്കൂളിൽ ചേർത്തു. കോതമംഗലം സെന്റ് അഗസ്റ്റിൻ സ്കൂളിലാണ് പിന്നീട് പഠിച്ചത്. കൊച്ചുത്രേസ്യയുടെ 5ാമത്തെ വയസ്സിൽ ജന്മനാ ഹൃദ്രോഗിയായിരുന്ന മൂത്ത സഹോദരൻ പോള് മരിച്ചു. കൊച്ചുത്രേസ്യയുടെ 7ാമത്തെ വയസ്സിൽ കോതമംഗലം കർമ്മലീത്ത മഠത്തിൽ വെച്ചായിരുന്നു ആദ്യ കുർബാന സ്വീകരിച്ചത്. കൊച്ചുത്രേസ്യയ്ക്ക് 9 വയസ്സുള്ളപ്പോൾ മൂത്ത ചേച്ചി ജോസ് മേരി സന്യാസിനിയായി വ്രതവാഗ്ദാനം നടത്തി. കലകളും പാഠ്യേതര വിഷയങ്ങളും പഠിക്കുന്നതിൽ പിതാവ് കൊച്ചുത്രേസ്യയെ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. കൊച്ചുത്രേസ്യ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എറണാകുളം അതിരൂപതയുടെ വികാരി ജനറലായിരുന്ന മോൺസിഞ്ഞർ മാത്യു പോത്തനാമൂഴിയിൽ നിന്നാണ് സ്ഥൈര്യലേപനം സ്വീകരിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇന്റർമീഡിയറ്റിന് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ ചേർത്തു. കൊച്ചുത്രേസ്യ കോളേജിൽ പഠിക്കുന്ന കാലത്തായിരുന്നു കർമ്മലീത്ത മഠത്തിൽ ചേർന്ന 2ാമത്തെ ചേച്ചിയുടെ വ്രതവാഗ്ദാനം നടന്നു. ഇന്റർമീഡിയറ്റിന് ശേഷം 1 വർഷം കൊച്ചുത്രേസ്യ താൻ പഠിച്ച സ്കൂളിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് സഹായിച്ചു. സന്യാസത്തിലേക്ക് വന്ന കാര്യത്തെ നോക്കാം. 1 വർഷത്തെ അധ്യാപക സേവനത്തിന് ശേഷം ധർമ്മഗിരി MSJ സഭയിൽ സാവിയോ എന്ന പേരിൽ സന്യാസ പരിശീലനത്തിന് ചേർന്നു. 1957 സെപ്റ്റംബർ 10 കൊച്ചുത്രേസ്യയുടെ അഥവാ സിസ്റ്റർ സാവിയോയുടെ സഭാവസ്ത്ര സ്വീകരണവും വ്രതവാഗ്ദാനവും ധർമ്മഗിരിയിൽ വെച്ച് നടന്നു. 1957 നവംബറിൽ മെഡിസിന് പഠിക്കാൻ വേണ്ടി കപ്പൽ മാർഗം റോമിന് യാത്രയായി. റോമിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ചേർന്നത്. നോട്ടർഡാം സിസ്റ്റേഴ്സിന്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. ആദ്യ വർഷത്തെ വേനൽ അവധിക്കാലത്ത് ടൂറിനിലെ വിശുദ്ധ കൊത്തലങ്കോ സ്ഥാപിച്ച ദൈവപരിപാലനയുടെ ചെറുഭവനം സന്ദർശിക്കുകയുണ്ടായി. ആ സന്ദർശനം സിസ്റ്റർ സാവിയോയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ച് 10,000-ഓളം പാവപ്പെട്ടവർക്ക് ആശ്രയം നൽകുന്ന വലിയൊരു പ്രസ്ഥാനമായിരുന്നു അത്. മെഡിസിൻ പഠനത്തിന്റെ 2ാമത്തെ വർഷത്തിൽ സിസ്റ്റർ സാവിയോയ്ക്ക് 24 വയസ്സുള്ളപ്പോൾ 1959 ജൂൺ 12 തലച്ചോറിലെ രക്തപ്രവാഹം മൂലം പ്രിയപ്പെട്ട അമ്മ അപ്രതീക്ഷിതമായി ഈ ലോകത്തോട് വിട പറഞ്ഞു. പഠനകാലത്ത് സ്റ്റാമ്പ് ശേഖരണം ഒരു ഹോബിയായി സിസ്റ്റർ സാവിയോ നടത്തിയിരുന്നു.
വളരെയേറെ സ്റ്റാമ്പുകൾ സമാഹരിച്ചു. ഒരിക്കൽ ആ സ്റ്റാമ്പുകളെല്ലാം മിഷൻ പ്രവർത്തനങ്ങൾക്ക് നൽകി. അത് ലേലം ചെയ്ത് വലിയൊരു തുക ലഭിച്ചു. പിന്നീട് ഹോബിയായിട്ടല്ല, മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്റ്റാമ്പ് ശേഖരണം നടത്തുമായിരുന്നു. 6 വർഷം കൊണ്ട് MD പഠനം വിജയകരമായി പൂർത്തിയാക്കി. ജൂനിയർ ഹൗസ് സർജൻസിയും സീനിയർ ഹൗസ് സർജൻസിയും ചെയ്യുന്നതിന് അയർലൻഡിലേക്ക് പോയി. 2 വർഷം അയർലൻഡിലും 2 വർഷം ഇംഗ്ലണ്ടിലുമായി വിവിധ ഉന്നത കോഴ്സുകൾ ചെയ്തു. റോമിൽ നിന്ന് MDയും ഇംഗ്ലണ്ടിൽ നിന്ന് ട്രോപ്പിക്കൽ മെഡിസിനിൽ ഡിപ്ലോമയും അയർലൻഡിൽ നിന്ന് പീഡിയാട്രിഷ്യനിൽ ഡിപ്ലോമയും നേടി. പഠനങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിലെ ഒരു ആശുപത്രിയിൽ ജോലിക്ക് പ്രവേശിച്ചു. ആദ്യ ദിവസം തന്നെ സാക്ഷ്യം വഹിക്കേണ്ടിയിരുന്നത് ഒരു അബോർഷനായിരുന്നു. തനിക്കത് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ജോലിയും ഇനി ചെയ്യേണ്ടതില്ലെന്ന് അധികാരികൾ പറഞ്ഞതുകൊണ്ട് അവിടെ തന്നെ ജോലി തുടർന്നു. ഒരിക്കൽ സിസ്റ്റർ സാവിയോ ഇംഗ്ലണ്ടിൽ നിന്നും അയർലൻഡിലേക്ക് ഒരു പരീക്ഷ എഴുതുവാൻ വേണ്ടി ട്രെയിനിൽ പോകുന്നതിനിടയിൽ യാത്രക്കാരിയായ ഒരു ഗർഭിണിക്ക് അമിത രക്തപ്രവാഹമുണ്ടായി. ട്രെയിനിൽ വെച്ച് തന്നെ പ്രസവ ശുശ്രൂഷ ചെയ്തത് സിസ്റ്റർ ആയിരുന്നു. അതിന് വലിയ വാർത്താ പ്രാധാന്യമുണ്ടായി. 2-3 ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ ആ വാർത്ത നിറഞ്ഞു നിന്നിരുന്നു. എങ്കിലും സിസ്റ്റർ സാവിയോ പ്രശസ്തി ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നില്ല. വിദേശത്തേക്ക് പോയതിൽ പിന്നെ 8 വർഷങ്ങൾക്ക് ശേഷമാണ് സിസ്റ്റർ സാവിയോ നാട് കാണാൻ നാട്ടിലെത്തിയത്. 1 മാസത്തെ അവധിക്ക് ശേഷം വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് തിരികെ പോയി. കൊത്തലങ്കോയുടെ സ്ഥാപനം വീണ്ടും സന്ദർശിച്ചു. 2 വർഷത്തെ പഠനങ്ങൾക്കും ജോലിക്കും ശേഷം സിസ്റ്റർ സാവിയോ തിരികെ നാട്ടിൽ വന്നു. ഏതാനും മാസങ്ങൾ നാട്ടിലെ പരിശീലനത്തിന് വേണ്ടി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ സിസ്റ്റർ സാവിയോ സേവനം ചെയ്തു. പിന്നീട് 1.5 വർഷക്കാലം മഞ്ചേരിക്കടുത്ത് തൂവൂരിൽ സിസ്റ്റർ സാവിയോ സേവനം ചെയ്തു. പിന്നീട് 3.5 വർഷം കരിമണ്ണൂർ സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ സേവനം ചെയ്തു. പിന്നീട് 1.5 വർഷം മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള ആരക്കുഴ ആശുപത്രിയിൽ സിസ്റ്റർ സാവിയോ സേവനം ചെയ്തു. ധർമ്മഗിരിയോട് വിട പറഞ്ഞ കാര്യത്തെ നോക്കാം. സിസ്റ്റർ സാവിയോ സേവനം ചെയ്ത ആശുപത്രികളിലെല്ലാം പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നടത്തുവാൻ പരിശ്രമിച്ചെങ്കിലും ആ സ്ഥാപനങ്ങളുടെ പ്രത്യേക നിയമാവലിയും അധികാരികളൊന്നും അതിന് സമ്മതിച്ചില്ല. ചെറുപ്പം മുതലേ മിഷണറി ആവാൻ ആഗ്രഹിക്കുകയും 1957 ടൂറിനിലെ വിശുദ്ധ കൊത്തലങ്കോയുടെ സ്ഥാപനം സന്ദർശിച്ചത് മുതൽ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുകയും നാട്ടിൽ വന്നപ്പോൾ ധർമ്മഗിരി സന്യാസ സമൂഹത്തിന്റെ വ്യവസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിന് പരിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അത് സാധിക്കാതെ വന്നപ്പോൾ സിസ്റ്റർ സാവിയോ അധികാരികളുടെ അനുവാദത്തോടെ സന്യാസ സമൂഹത്തിന് വെളിയിൽ നിന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. 2 വർഷത്തേക്കുള്ള അനുവാദം ലഭിച്ചതനുസരിച്ച് ധർമ്മഗിരി നൽകിയ 10 വർഷത്തെ യൂറോപ്പ് ജീവിതത്തിനും 7 വർഷത്തെ ധർമ്മഗിരി ആശുപത്രികളിലെ സേവനങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് 1973 ജൂൺ 30 സിസ്റ്റർ സാവിയോ ധർമ്മഗിരിയോട് വിട പറഞ്ഞു. പോരുമ്പോൾ ഒരു ഉടുപ്പ് മാത്രമാണ് ബാഗിലെടുത്തത്. അത് കണ്ട ഒരു ജൂനിയർ സിസ്റ്റർ സ്റ്റെലസ്കോപ്പും പുതപ്പും കൂടി ബാഗിൽ വെച്ചു കൊടുത്തു. അങ്ങനെ ധർമ്മഗിരിയിൽ നിന്ന് ഇറങ്ങി. മുക്കൂറിലെത്തിയ കഥ നോക്കാം. ധർമ്മഗിരിയിൽ നിന്നും അനുവാദം ലഭിച്ചതനുസരിച്ച് സിസ്റ്റർ സാവിയോ കുന്നന്താനത്തിനടുത്തുള്ള മുക്കൂർ എന്ന സ്ഥലത്ത് ഡോക്ടേഴ്സ് ഓഫ് സെന്റ് ജോസഫ് എന്ന മഠത്തിൽ 2 വർഷം താമസിച്ച് പ്രാർത്ഥിക്കുകയും അവിടെ ഉണ്ടായിരുന്ന 65 അനാഥ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുകയും ചെയ്തു. വീണ്ടും 2 വർഷത്തേക്ക് അത് തുടരുവാൻ സിസ്റ്റർ സാവിയോ അധികാരിയിൽ നിന്നും അനുവാദം വാങ്ങി. അങ്ങനെ 4 വർഷം ആ മഠത്തിൽ സേവനം ചെയ്തു. 4 വർഷം പൂർത്തിയായപ്പോൾ ധർമ്മഗിരിയിലേക്ക് മടങ്ങി ചെല്ലുവാൻ അവിടുന്ന് സിസ്റ്റേഴ്സ് ക്ഷണിച്ചു. ഒരു വശത്ത് തന്നെ വളർത്തിയ ധർമ്മഗിരി വിട്ടുപോരാനുള്ള ബുദ്ധിമുട്ട്, മറുവശത്ത് ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ച് ശുശ്രൂഷകൾ ചെയ്യാനുള്ള ഉൾവിളി മറ്റൊരു വശത്ത്. ഈ 2 സംഘർഷങ്ങൾക്കുള്ളിലായിരുന്നു സിസ്റ്റർ സാവിയോ അക്കാലങ്ങളിൽ ജീവിച്ചിരുന്നത്. മുക്കൂറിൽ താമസിക്കുന്ന കാലത്ത് സിസ്റ്റർ സാവിയോ ഒരു സ്വപ്നം കണ്ടു. അൾത്താരയിലെ ക്രൂശിത രൂപത്തിൽ നിന്ന് ഈശോ വയ്യാത്ത കാലുകൾ വലിച്ചിഴച്ച് സിസ്റ്ററിന്റെ അടുത്തേക്ക് വന്നു. യേശു തന്റെ മുഖത്തെ ഒറ്റകെട്ടിയ വ്രണങ്ങൾ കാണിച്ചു കൊടുത്തു. ഒരു ഡോക്ടറായ സിസ്റ്റർ സാവിയോ യേശുവിന്റെ കഴുകി വൃത്തിയാക്കിയ ശേഷം മരുന്ന് വെച്ച് കെട്ടി ആരെങ്കിലും കണ്ടാൽ മോശമല്ലേ, വേഗം അൾത്താരയിലേക്ക് പോയിക്കൊള്ളുവാൻ യേശുവിനോട് പറഞ്ഞു. യേശു ഒന്നും മിണ്ടാതെ അൾത്താരയിലെ കുരിശിൽ പോയി കിടന്നു. ഈ സ്വപ്നം സിസ്റ്ററിന്റെ മനസ്സിൽ വല്ലാതെ പതിച്ചു. മുക്കൂറിലെ സന്യാസിനികൾക്ക് സഭയുടെ ഔദ്യോഗിക അംഗീകാരം അക്കാലത്ത് ലഭിച്ചിരുന്നില്ല. വളരെ ദാരിദ്ര്യത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. സിസ്റ്റർ സാവിയോ അവിടുത്തെ പഴയ കെട്ടിടങ്ങൾ
പരിഷ്കരിക്കുന്നതിനും സഭയുടെ നിയമാവലി ഉണ്ടാക്കുന്നതിനും അർത്ഥിനികളെ പരിശീലിപ്പിക്കുന്നതിനും സഭയുടെ അംഗീകാരം നേടുന്നതിനും ഒക്കെ അവരെ സഹായിച്ചു. കഠിനാധ്വാനത്തിനും ലളിത ജീവിതത്തിനും പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്നതിനും ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് ജീവിക്കുന്നതിനും നിലത്ത് കിടന്ന് ഉറങ്ങുന്നതിനുമെല്ലാം സിസ്റ്റർ സാവിയോയ്ക്ക് അവിടെ നിന്നും പരിശീലനം ലഭിച്ചു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ആ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന സന്യാസിനി സമൂഹമായി ലത്തീൻ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചത്. പുതിയ ശുശ്രൂഷയുടെ ആരംഭത്തിന്റെ കഥ നോക്കാം. ആരോഗ്യമുള്ള അനാഥരെ ആർക്കും പരിരക്ഷിക്കാം, എന്നാൽ വൈകല്യങ്ങളുള്ള അനാഥരെ പരിരക്ഷിക്കാൻ തന്നെ പോലെയുള്ള ഒരു പീഡിയാട്രീഷ്യന് മാത്രമേ സാധിക്കൂ എന്ന ചിന്തയുമായി സിസ്റ്റർ സാവിയോ കർത്താവിനോട് ആലോചന ചോദിച്ചു. അവസാനം ഒരു ആതുരാലയം ആരംഭിക്കാൻ അനുവാദം ലഭിക്കാനായി ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായിരുന്ന പടിയറ പിതാവിനെ സമീപിച്ചു. സ്ഥലം, കെട്ടിടം, പണം എന്നിവയെക്കുറിച്ചൊക്കെ പടിയറ പിതാവ് ചോദിച്ചപ്പോൾ എല്ലാം ദൈവം തരുമെന്നാണ് സിസ്റ്റർ സാവിയോ മറുപടി കൊടുത്തത്. പിതാവ് സിസ്റ്ററിനെ കുന്നന്താനത്തെ വികാരിയച്ഛന്റെ അടുത്തേക്ക് അയച്ചു. വികാരിയച്ഛന്റെയും കപ്പ്യാരുടെയും ചില നാട്ടുകാരുടെയും സഹായത്തോടെ കുന്നന്താനത്തെ ഒരു ഐക്കുഴി എന്ന സ്ഥലത്ത് ഒരു ഓല വീട് 30 രൂപയ്ക്ക് വാടകയ്ക്കെടുത്ത് അടിച്ചു തൂത്ത് വൃത്തിയാക്കുകയും നിലം മെഴുകുകയും ഒക്കെ ചെയ്തു. 1978 ജനുവരി 17 ആതുരാലയം വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ അച്ഛന്മാർ വെഞ്ചരിപ്പ് നടത്തി. അന്ന് തന്നെ ഒരു രോഗിയെയും കൊണ്ട് സിസ്റ്റർ സാവിയോ അവിടെ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. നടക്കുകയോ സംസാരിക്കുകയോ സ്വന്തം കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാതിരിക്കുകയോ ചെയ്ത ഒരു ത്രേസ്യാക്കുട്ടി എന്ന മാനസിക രോഗിയെയും കൊണ്ടാണ് സിസ്റ്റർ സാവിയോ പുതിയ ജീവിതം ആരംഭിച്ചത്. അന്ന് തന്നെ സിസ്റ്ററിന്റെ ജീവിതത്തെ പറ്റി കേട്ട് അൽഫോൻസ ജോർജ് കിണറ്റുംകണ്ടം എന്ന ഒരു യുവതിയും സഹായിയായി കൂടെ കൂടി. ടൂറിനിലെ ദൈവപരിപാലന ഭവനത്തിൽ ആദ്യത്തെ രോഗിയെ സ്വീകരിച്ചതിന്റെ 150-ാം വാർഷിക ദിനത്തിലാണ് കുന്നന്താനത്ത് സിസ്റ്റർ സാവിയോ തന്റെ പുതിയ ആരംഭം കുറിച്ചത്. പുതിയ സന്യാസ സമൂഹത്തിന്റെ ആരംഭത്തിന്റെ കഥ നോക്കാം. ആതുരാലയം ആരംഭിച്ച് 2 ദിവസത്തിന് ശേഷം റീത്ത കല്ലേരി എന്ന ഒരു യുവതി തൃശ്ശൂരിൽ നിന്നും സഹായിയായി വന്നെത്തി. പിന്നീട് മുക്കൂർ മഠത്തിന് അംഗീകാരം ലഭിക്കില്ല എന്ന് വിചാരിച്ച് അവിടെ പരിശീലനത്തിനുണ്ടായിരുന്ന പെൺകുട്ടികൾ കുന്നന്താനത്തേക്ക് വന്നു. മേരി ജോസഫ് കൊള്ളിമാക്കൽ, ഫിലോമിന ഉറുവടിയിൽ, സിസിലി തോണ്ടാറ്റിൽ, ലില്ലിക്കുട്ടി നെടിയകാലയിൽ എന്നിവരാണ് കുന്നന്താനത്തേക്ക് വന്നവര്. ആതുരാലയത്തിൽ രോഗികളുടെ എണ്ണം കൂടി വന്നപ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ ഒരു സമർപ്പിത സമൂഹവും ആവശ്യമായി വന്നു. അതിന്റെ അനുവാദങ്ങൾക്കായി ചങ്ങനാശ്ശേരി അതിരൂപതയിലും കാഞ്ഞിരപ്പള്ളി രൂപതയിലും ഒക്കെ ചെന്നെങ്കിലും അപേക്ഷകൾ കൊടുത്തെങ്കിലും അനുവാദം ലഭിച്ചില്ല. തുടർന്ന് മാതാവിന്റെ മധ്യസ്ഥം തേടി 9 ജപമാല വീതം ചെല്ലുവാൻ തുടങ്ങി. വീണ്ടും ഒരു ഭക്ത സംഘടനയ്ക്ക് വേണ്ടി ചങ്ങനാശ്ശേരിയിൽ അപേക്ഷ കൊടുത്തു. ഭക്ത സംഘടനയ്ക്ക് 1978 സെപ്റ്റംബർ 8 വാക്കാലും 1978 ഡിസംബർ 8 രേഖാമൂലവും അനുവാദം ലഭിച്ചു. അങ്ങനെ 6 അർത്ഥിനികളുമായി ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ എന്ന സമൂഹത്തിന്റെ ആരംഭമായി. രോഗികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ മൈലമണ്ണിൽ കുറച്ചുകൂടി വലിയ ഒരു വീട് വാടകയ്ക്കെടുത്ത് 1978 ഡിസംബർ 25 അവിടേക്ക് താമസം മാറ്റി. മുക്കൂറിൽ പോസ്റ്റലൻസി കഴിഞ്ഞു വന്ന 6 അർത്ഥിനികളും 1979 ജനുവരി 19 നോഷീറ്റിൽ പ്രവേശിച്ചു. 1979 ഫെബ്രുവരി 2 ഭക്ത സമൂഹത്തിലേക്ക് പുതിയ അർത്ഥിനികളെ സ്വീകരിക്കാൻ രൂപത അനുവാദം കൊടുത്തു. 1979 മെയ് 1 രണ്ടാമത്തെ ബാച്ചായി 5 പുതിയ അർത്ഥിനികൾ പരിശീലനം ആരംഭിച്ചു. വൈദ്യശാസ്ത്രം പഠിച്ച സിസ്റ്റർ സാവിയോ പാവപ്പെട്ട രോഗികൾക്കായി മന്താനത്തും കുന്നന്താനത്തും കടമുറികൾ വാടകയ്ക്കെടുത്ത് ഓരോരോ ഡിസ്പെൻസറികൾ ആരംഭിച്ചു. 1979 ജനുവരി 25 90-ാമത്തെ വയസ്സിൽ സിസ്റ്റർ മേരി ലിറ്റിയുടെ പിതാവ് മരണമടഞ്ഞു. 1979 ജൂലൈ 3 സിസ്റ്റർ മേരി ലിറ്റിയുടെ സഹോദരിയായ സിസ്റ്റർ ഇല്ലുമിനേറ്റ് മരണമടഞ്ഞു. 1979 ഓഗസ്റ്റ് 15 മുതൽ ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ താമസിക്കുന്നിടത്ത് ബലിയർപ്പിക്കുവാനും വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ആരാധിക്കുവാനും അനുവാദം ലഭിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത മലമ്പാറയിൽ ദാനമായി നൽകിയ 1 ഏക്കർ ഭൂമിയിൽ 1979 ഡിസംബർ 8 മഠത്തിന് ശിലാസ്ഥാപനം നടത്തി. പുതിയ പേരും നിത്യവ്രതവും. 1980 ജനുവരി 17 ചങ്ങനാശ്ശേരി അരമനയിൽ വെച്ച് മാർ ആന്റണി പടിയറയുടെ മുമ്പാകെ ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ
എന്ന സന്യാസ സഭയിൽ സിസ്റ്റർ നിത്യവ്രത വാഗ്ദാനം നടത്തി. സിസ്റ്റർ സാവിയോ എന്ന പേര് മാറ്റി സിസ്റ്റർ മേരി ലിറ്റി എന്ന പേര് സ്വീകരിച്ചു. MSJ സന്യാസ സമൂഹത്തിന്റെ വസ്ത്രം മാറ്റി ക്രീം നിറത്തിലുള്ള പുതിയ LSDPയുടെ സന്യാസ വസ്ത്രം സ്വീകരിച്ചു. സന്യാസ സമൂഹത്തെ വളർത്തിയ കഥ നോക്കാം. 1980 ജനുവരി 28 ആദ്യ ബാച്ചിലെ 6 സിസ്റ്റേഴ്സിന്റെ സഭാ വസ്ത്ര സ്വീകരണവും വ്രതവാഗ്ദാനവും കുന്നന്താനം പാരിഷ് ഹാളിൽ വെച്ച് പടിയറപ്പിതാവിന്റെ കാർമ്മികത്തിൽ ലളിതമായി നടത്തി. 1981 മെയ് 19 രണ്ടാമത്തെ ബാച്ചിലെ 3 സിസ്റ്റേഴ്സിന്റെ സഭാവസ്ത്ര സ്വീകരണവും വ്രതവാഗ്ദാനവും കുന്നന്താനം പള്ളിയിൽ വെച്ച് നടത്തി. അതിനുശേഷം പുതുതായി പണിയഴിപ്പിച്ച സ്വന്തം മഠത്തിന്റെ വെഞ്ചിരിപ്പ് പടിയറപ്പിതാവ് നടത്തി. 1982 സെപ്റ്റംബർ 8 സിസ്റ്റർ മേരി ലിറ്റിയുടെ സന്യാസ സമർപ്പണത്തിന്റെ രജത ജൂബിലി ലളിതമായി ആഘോഷിച്ചു. 1982 ജൂൺ 12 മഠത്തിന്റെ ചാപ്പലിൽ നിത്യാരാധന ആരംഭിച്ചു. അന്ന് ആരാധനാ ഭക്തിയായിരുന്ന സിസ്റ്റർ മേരി ലിറ്റിയുടെ അമ്മയുടെ 25ാം ചരമവാർഷിക ദിനമായിരുന്നു. 1983 മാർച്ച് 19 കോതമംഗലം രൂപതയിൽ എഴുമുട്ടത്ത് പ്രൊവിഡൻസ് ഹോം ആരംഭിച്ചു. അതായിരുന്നു ആദ്യത്തെ ശാഖ. 1983 ജൂലൈ 3 ആഗ്ര മിഷനിൽ ചിംബ്രാമു എന്ന സ്ഥലത്ത് പ്രൊവിഡൻസ് ഹോം ആരംഭിച്ചു. 7 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം ആ ഭവനം പൂട്ടേണ്ടി വന്നു. കുന്നന്താനത്തെ രോഗികൾക്ക് മാത്രമായി പ്രത്യേകമായ ഒരു ഭവനം പണിയണമെന്ന് ആഗ്രഹിച്ചിരുന്നപ്പോൾ സേവേ ഫാമിലി പ്ലാൻ വഴിയായി മോൺസിഞ്ഞർ അഗസ്റ്റിൻ കണ്ടത്തില് 150 രോഗികളെ താമസിപ്പിക്കാൻ കഴിയുന്ന ഒരു കെട്ടിടം പണിയുവാനായിട്ട് സഹായിച്ചു. ആ കെട്ടിടത്തിന് പ്രത്യാശ ഭവൻ എന്ന് പേരിട്ടു. 1990 ജനുവരി 4 പ്രത്യാശ ഭവൻ അടുത്തായി ഒരു ധ്യാന കേന്ദ്രം പണി കഴിപ്പിച്ച് വെഞ്ചരിച്ചു. 1992 ജൂലൈ 16 തിരുവല്ല രൂപതയുടെ കീഴിൽ കാക്കനാട് പ്രൊവിഡൻസ് ഹോം ആരംഭിച്ചു. 1995 ജൂൺ 15 ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അരുവിക്കുഴിയിൽ പ്രൊവിഡൻസ് ഹോം പ്രവർത്തനം ആരംഭിച്ചു. 1995 സെപ്റ്റംബർ 10 ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തിരുവനന്തപുരത്ത് കിള്ളിയിൽ പ്രൊവിഡൻസ് ഹോം പ്രവർത്തനം ആരംഭിച്ചു. 1995 നവംബർ 22 ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കീഴ്വായ്പൂരിൽ പ്രൊവിഡൻസ് ഹോം പ്രവർത്തനം ആരംഭിച്ചു. 1997 ഡിസംബർ 3 തക്കല രൂപതയിലെ കലയങ്കോണത്ത് പ്രൊവിഡൻസ് ഹോം പ്രവർത്തനം ആരംഭിച്ചു. 1998 മെയ് 10 ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കൊല്ലം ജില്ലയിലെ കുറ്റിക്കോണത്ത് പ്രൊവിഡൻസ് ഹോം ആരംഭിച്ചു. 2001 ജനുവരി 24 ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കോട്ടയം പ്രദേശത്തെ ഗാന്ധിനഗറിൽ പ്രൊവിഡൻസ് ഹോം പ്രവർത്തനം ആരംഭിച്ചു. 2001 കോതമംഗലം രൂപതയിലെ കാരക്കുന്നത്ത് പ്രൊവിഡൻസ് ഹോം പ്രവർത്തനം ആരംഭിച്ചു. 2001 സെപ്റ്റംബർ 8 ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ എന്ന ഭക്ത സമൂഹത്തെ അതിരൂപതാ പദവിയുള്ള ഒരു സന്യാസ സമൂഹമായി സീറോ മലബാർ സഭയിൽ അംഗീകരിക്കപ്പെട്ട ഒരു സഭയായി അതിനെ മാറ്റി. 2002 ഡിസംബർ 8 മുതൽ 2003 ഡിസംബർ 8 വരെ ആ ഒരു വർഷം ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ എന്ന സമൂഹത്തിന്റെ രജത ജൂബിലി വർഷമായിരുന്നു. 2005 ജൂൺ 3 തലശ്ശേരി അതിരൂപതയിലെ വിളമനയിൽ പ്രൊവിഡൻസ് ഹോമിന്റെ പ്രവർത്തനം ആരംഭിച്ചു. 2006 ജൂൺ 7 ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ എന്ന സന്യാസിനി സമൂഹത്തിൽ നിന്നും ആദ്യ മരണം സംഭവിച്ചു. സിസ്റ്റർ ലീനയാണ് മരിച്ചത്. 2006 ജൂൺ 8 കോതമംഗലം രൂപതയിലെ കാവനയിൽ പ്രൊവിഡൻസ് ഹോമിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2006 സെപ്റ്റംബർ 8 മുതൽ 2007 സെപ്റ്റംബർ 8 വരെ സിസ്റ്റർ മേരി ലിറ്റിയുടെ സന്യാസത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചു. 2007 മെയ് 23 വിജുനർ രൂപതയിൽ പ്രൊവിഡൻസ് ഹോമിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2007 ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ എന്ന സന്യാസ സമൂഹത്തിന്റെ മദർ ജനറൽ എന്ന സ്ഥാനം സിസ്റ്റർ മേരി ലിറ്റി ഒഴിഞ്ഞു. സിസ്റ്റർ മേരി ലിറ്റിയുടെ സഹോദരനായ സെബാസ്റ്റിന്റെ മകൾ സിസ്റ്റർ റോസ്ലിയാണ് എല്ലാവരും പുതിയ മദർ ജനറലായി തെരഞ്ഞെടുത്തത്. 2008 ഏപ്രിൽ 30 കിഴക്കമ്പലത്ത് വിലങ്ങിൽ ദാനമായി ലഭിച്ച 1.25 ഏക്കർ സ്ഥലത്ത് കെട്ടിടം പണിത് കാക്കനാട് ആരംഭിച്ച പ്രൊവിഡൻസ് ഹോം ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചു. 2010 സിസ്റ്റർ മേരി ലിറ്റി വിശുദ്ധനാട് സന്ദർശിക്കാൻ പോയി. 2010 ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ എന്ന സന്യാസ സമൂഹത്തിന്റെ മദർ ജനറലായി സിസ്റ്റർ റോസ്ലിയെ തന്നെ വീണ്ടും തിരഞ്ഞെടുത്തു. 2010 ഫെബ്രുവരി 19
ഗോരഖ്പൂരിൽ പ്രൊവിഡൻസ് ഹോമിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2011 ജൂൺ 12 കോഴഞ്ചേരിക്ക് അടുത്തുള്ള അയിരൂരിൽ CMC സന്യാസ സമൂഹം നൽകിയ സ്ഥലത്ത് പ്രൊവിഡൻസ് ഹോമിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2013 ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ എന്ന സന്യാസ സമൂഹത്തിന്റെ മദർ ജനറലായി സിസ്റ്റർ ജിൻസിയെ തിരഞ്ഞെടുത്തു. മദർ ലെറ്റിയുടെ അവസാന കാലത്തെ നോക്കാം. 2013 ഓഗസ്റ്റില് സിസ്റ്റർ മേരി ലിറ്റിക്ക് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തി. അതിനുശേഷം അവർക്ക് 2 ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വന്നു. എല്ലാ കഷ്ടപ്പാടുകളും വേദനകളും രോഗങ്ങളും എല്ലാം അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. ചികിത്സകൾ ചെയ്തിട്ടും 2016 ഒക്ടോബർ മുതൽ അവരുടെ ആരോഗ്യം തീരെ വഷളായി തുടങ്ങി. നവംബർ 4 അവർ രോഗീലേപന കുദാശ സ്വീകരിച്ചു. കഷ്ടതയിൽ അനേകരുടെ കണ്ണുനീർ തുടച്ച മാലാഖയെ 2016 നവംബർ 5 നിത്യാനന്ദത്തിലേക്ക് ദൈവം വിളിക്കുകയും 2016 നവംബർ 9 കുന്നന്താനത്തെ മടമ്പക സെമിത്തേരിയിൽ സംസ്കരിക്കുകയും ചെയ്തു. മരിക്കുമ്പോൾ മദർ ലിറ്റിക്ക് മേരി ലിറ്റിക്ക് 81 വയസ്സായിരുന്നു. പുസ്തകങ്ങളെ നോക്കാം. 2010 ഫെബ്രുവരിയിൽ ദൈവപരിപാലനയുടെ തണലിൽ എന്ന ആത്മകഥ പ്രസിദ്ധീകരിച്ചു. 2011 അതിന്റെ പരിഷ്കരിച്ച പതിപ്പ് പ്രസിദ്ധീകരിച്ചു. സോഫിയ ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. ദൈവിക പരിപാലനയെ കുറിച്ചുള്ള അവരുടെ സ്വന്തം ജീവിതാനുഭവങ്ങളുടെ സമാഹാരമാണ് ആ പുസ്തകം. സ്നേഹിക്ക് വിജയം എന്ന പേരിൽ മറ്റൊരു പുസ്തകം 2015 നവംബറിൽ അവരുടേതായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുരസ്കാരങ്ങളെ നോക്കാം. ശിശുക്ഷേമത്തിനുള്ള ദേശീയ അവാർഡ് ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെയും വിവിധ സംഘടനകളുടെയും വിവിധ അവാർഡുകൾ സിസ്റ്റർ മേരി ലിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. സിസ്റ്റർ മേരി ലിറ്റിയുടെ എളിയ ജീവിതത്തെയും സേവനത്തെയും പരിഗണിച്ച് രാജീവ് ഗാന്ധി മാനവ സേവ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ മലയാളി അസോസിയേഷൻ ഓഫ് ലവ് ആൻഡ് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അമല ഏർപ്പെടുത്തിയ അവാർഡ് സിസ്റ്ററിന് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടേറെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഉപസംഹാരത്തിലേക്ക് വരാം. ലിറ്റിൽ സർവൻസ് ഓഫ് ദ ഡിവൈൻ പ്രൊവിഡൻസ് LSDP അഥവാ ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ എന്ന സന്യാസ സഭയ്ക്ക് ഇന്ന് കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും ഭാരതത്തിന് പുറത്തായും 19 ഭവനങ്ങളുണ്ട്. ഏതാണ്ട് 200ഓളം സന്യസ്തരുണ്ട്. 1000-ലധികം രോഗികളെ ഇവര് അവരുടെ ഭവനങ്ങളിൽ പരിചരിച്ചു വരുന്നു. സഭയുടെ വിവിധ മേഖലകളിൽ ശുശ്രൂഷകൾ ചെയ്തു വരുന്നു. ഇതിനെല്ലാം ആരംഭം കുറിച്ച വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്ന മദർ മേരി ലിറ്റിക്ക് പ്രാർത്ഥനാ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക്